രണ്ടാം പോരാട്ടം ബെൽജിയവും സ്പെയിനും തമ്മിലാണ്. അപ്പോൾ ലെമീൻ യമാൽ വേഴ്സസ് ടിലമെൻസ്. അപ്പോൾ ഒരു ക്ലാസിക് പോരാട്ടം തന്നെ നമുക്ക് അതും പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അത് ഒരു ക്ലാസിക് പോരാട്ടം തന്നെയാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ബെൽജിയത്തെ മറികടക്കാൻ സ്പെയിനിന് കഴിയുമെന്ന് തന്നെയാണ്. സ്പെയിനിൻ്റെ ഇതുവരെയുള്ള ഒരു പെർഫോമൻസ് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ, എന്നാൽ കൃത്യമായിട്ടൊരു പ്ലാൻ എങ്ങനെ, ഒരു കളി എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് അല്ല, അതൊരു ഭാഗത്തുണ്ട്. പക്ഷേ ഇത് ബെൽജിയം ഒരു ചെറിയ ടീമായിട്ടല്ല. ബെൽജിയം നമുക്കറിയാം കരുത്തരാണ്. എങ്കിൽ പോലും സ്പെയിൻ എങ്ങനെ ഒരു കളി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ടീമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ബെൽജിയമേ ഗ്രൂപ്പ് കടക്കാൻ അല്പം ബുദ്ധിമുട്ട് നമ്മൾ കണ്ടു. പക്ഷേ എനിക്കൊന്ന് ആദ്യ 2 മത്സരങ്ങൾ അവരുടെ സമനിലയായിരുന്നു. പക്ഷേ അവസാന മത്സരം ജയിച്ചവർ ഗ്രൂപ്പ് ഘട്ടം കടന്ന് നോക്കൌട്ടിലേക്ക് എത്തുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീടുള്ള അവരുടെ ഒരു ഫോം ഒരു ആശാവഹമല്ലേ? പിന്നെ അമേരിക്കക്കെതിരെ കളിച്ച കളിയിൽ 4 ഗോളടിച്ച് അവർ ശരിക്കും പറഞ്ഞാൽ അത് ഏറ്റവും സമ്മർദ്ദത്തിൽ കളിച്ചൊരു കളിയാണ്. കാരണം അത് നേരത്തെ വിവാദങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്, ഫിഫയുടെ സപ്പോർട്ട് ഉണ്ടെന്നൊക്കെ പറയുന്ന ആ ഒരു ഗെയിമിൽ അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ അമേരിക്കക്കെതിരെ കളിച്ച കളി ആയിരിക്കില്ല സ്പെയിനെതിരെ കളിക്കേണ്ടി വരിക എന്നുള്ളതാണ്. സ്പെയിനിൻ്റെ ഒരു താരനിര നമുക്കറിയാം. അവർ റോഡ്രിയും ബെഡ്രിയും ഉൾപ്പെടുന്ന ആ കളി മനയുന്നൊരു വിഭാഗവും ഈ ലെമീൻ യമാൽ ഉൾപ്പെടുന്നവർ വിങ്ങിലൂടെയുള്ള അറ്റാക്കും ഇതെല്ലാം പ്രതിരോധിക്കാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുമെന്നാണ്, ബെൽജിയത്തിന് എത്രത്തോളം സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഈ മത്സരത്തിൻ്റെ ഒരു ഗതി വെച്ചിട്ട് ബെൽജിയത്തേക്കാൾ ഒരു നേരിയ ഒരു മുൻതൂക്കം സ്പെയിൻ തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഹരിയിലേക്ക് കൂടി ഒന്ന് പോവാം. ഹരി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പെയിൻ ബെൽജിയം എന്ന് പറയുമ്പോൾ സ്പെയിന് സ്വാഭാവികമായിട്ടും ഒരു മുൻതൂക്കം അവിടെ ഉണ്ട്. പക്ഷേ സ്പെയിൻ ഒരു ആശങ്ക എന്താണെന്ന് വെച്ചാൽ അവർ കളിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ ഗോൾ അധികം കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ ലെമീൻ യമാലിനെ പോലുള്ള മുന്നേറ്റ നിര താരങ്ങൾ അവർക്കുണ്ട്. പക്ഷേ വേണ്ടത്ര രീതിയിൽ അവർക്ക് ആ ഗോൾ സ്കോർ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയ ആശങ്കയാണ്. ഒപ്പം തന്നെ ബെൽജിയം ആവട്ടെ ആദ്യ മത്സരങ്ങളുടെ ഒരു മങ്ങിയ ഫോം ഇപ്പോൾ ഇല്ല അവർക്ക്. അപ്പോൾ അവരും ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും സ്പെയിനിന് മുൻതൂക്കമുണ്ട്. പക്ഷേ ബെൽജിയം ഇതിനെ എങ്ങനെ നേരിടും? ഹരി, നമുക്ക് സ്പെയിനിന്റെ മത്സരങ്ങൾ നമുക്ക് ഈ ഒരു മത്സരത്തിലേക്ക് നോക്കിക്കാണുമ്പോൾ സ്പെയിനെതിരെ കളിക്കുന്ന ഏത് ടീം കളിച്ചാലും നമുക്കറിയാം ആ ഒരു മത്സരത്തിൽ സ്പെയിനായിരിക്കും ഡോമിനേഷൻ എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളത് കഴിഞ്ഞ മത്സരത്തിനെ കുറിച്ച് നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നു. സ്പെയിൻ പോർച്ചുഗൽ മത്സരത്തിൽ സ്പെയിനിന് ഡോമിനേഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പൊസിഷനിൽ തുടക്കത്തിൽ പോർച്ചുഗലിനാണ് ഒരു പൊസിഷൻ ഡോമിനൻസ് ഉണ്ടായിരുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലോകകപ്പിൽ നമുക്ക് സ്പെയിൻ എങ്ങനെ കളിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതായത് ഓരോ ടീമിനെതിരെ ലഫുവൻ്റെ ഓരോ തരത്തിലുള്ള ടാക്ടിക്സ് അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള ഒരു ശൈലിയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു മത്സരം ജയിക്കുക എന്നാണല്ലോ ഈ ഒരു ലോകകപ്പ് മത്സരങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം ജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യാനും അദ്ദേഹം തയ്യാറാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ പോർച്ചുഗലിനെതിരെ അവസാന നിമിഷം മിക്കേൽ മെറിനോ പോലൊരു താരത്തിനെ കൊണ്ടുവരുന്നു. മിക്കേൽ മെറിനോ ഗോൾ അടിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ലഫ്യുവൻ്റെ അദ്ദേഹം നമുക്കറിയാം സ്പെയിനിൻ്റെ മത്സരങ്ങൾ വളരെ പ്രഡിക്റ്റബിളായി തോന്നാറുണ്ട്. പക്ഷേ ഈ ഒരു ലോകകപ്പിൽ അങ്ങനെയല്ല, പ്രഡിക്റ്റബിൾ അല്ല. എങ്ങനെ കളിക്കുമെന്ന് പറയാൻ പറ്റില്ല. അവർക്കൊരു ശൈലിയുണ്ട്, സ്റ്റൈലുണ്ട്, ഗോളടിക്കാൻ ഇന്ന താരങ്ങളുണ്ട്. പക്ഷേ അവർ കളിക്കുന്നൊരു ശൈലി വളരെ വ്യത്യാസമാണ്. ഈ ഓരോ മത്സരങ്ങൾ മാറുന്തോറും വ്യത്യസ്ത രീതിയിലാണ് സ്പെയിൻ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബെൽജിയത്തിന് ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ടായിരിക്കും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ. പിന്നെ ബെൽജിയം നമുക്കറിയാം, ഹരി പറഞ്ഞതുപോലെ ഗ്രൂപ്പ് ഘട്ടം കടക്കാൻ അവർ കുറച്ച് കഷ്ടപ്പെട്ടു. പക്ഷേ സെനഗലിനെതിരെ വെറും അവസാന മിനിറ്റുകളിലാണ് ആ ഒരു തിരിച്ചുവരെ അവർ നടത്തുന്നതും പിന്നെ എക്സ്ട്രാ ടൈമിൽ അവർ ജയിക്കുകയും ചെയ്യുന്നു. പിന്നെ യു എസ് എക്കായിരുന്നു ആ മത്സരത്തിൽ പൊസിഷനൊക്കെ കൂടുതൽ. പക്ഷേ ഷോട്ട് ഓൺ ടാർഗറ്റുകളും ബെൽജിയത്തിനായിരുന്നു കൂടുതൽ. അപ്പോൾ ആ മത്സരത്തിൽ നമുക്ക് എടുത്തു പറയേണ്ടത് ജെറേമി ഡോക്കുവും, അതായത് അവരുടെ സ്റ്റാർ പ്ലെയേഴ്സായ ജെറേമി ഡോക്കുവും കെവിൻ ഡെബ്രൂനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിൽ നിന്നാണ് തുടങ്ങിയത്. എന്നിട്ടാണ് ആ മത്സരം അവർ യു എസ് എക്കെതിരെ ജയിക്കുന്നത്. അപ്പോൾ അത് തന്നെയായിരിക്കും അത് ആ സെനഗലിനെതിരെ നമ്മൾ കണ്ടു. ഈ ജെറേമി ഡോക്കു അല്ലെങ്കിൽ കെവിൻ ഡെബ്രൂനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ ഗോൾ അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ അതായത് റൂഡി ഗാർഷിയ അദ്ദേഹത്തിന് പറ്റിയ ഒരു ടീമിനെ കണ്ടെത്തിയെന്ന് നമുക്ക് പറയാം. ലുക്കാക്കു സബ്സ്റ്റിറ്റ്യൂട്ടായി വരുന്നു. എന്താ പറയുക, ടയേർഡായിട്ടുള്ള ഡിഫൻസിനെതിരെ ലുക്കാക്കു പോലുള്ള ഒരു സ്ട്രൈക്കറിനെ ഇറക്കുകയും അതിനനുസരിച്ച് ആ ഒരു ഗോൾ നേടുക. അപ്പോൾ ബെൽജിയം എന്തായാലും സിറ്റ് ബാക്ക് ചെയ്യാനും അതിനുശേഷം അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം തന്നെയായിരിക്കും ഈ ഒരു മത്സരത്തിൽ നടത്തുക. സ്പെയിനും അവരുടെ പൊസിഷൻ ഫുട്ബോൾ കളിച്ച് ഗോൾ അടിക്കാനാവും ശ്രമിക്കുക. ഹരി.